ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് ഗാർഡനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഫ്രൂട്ട്സ് ഗാർഡനിലെ ഏറ്റവും പ്രധാനി ഈ സപ്പോട്ടയാണ്. പക്ഷെ കുറച്ച് കായ്കൾ മാത്രമേ ഈ സപ്പോട്ടയിൽ ഉണ്ടാകാറുള്ളൂ. പഴുത്താൽ പിന്നെ ഇതിന് നല്ല മധുരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാത്രമേ കിട്ടാറുള്ളൂ. ബാക്കിയെല്ലാം വവ്വാലും മറ്റു പക്ഷികളും കൊണ്ടുപോകും. എന്നും ഫലം തരുന്ന ഒന്നാണ് ഈ വാഴ. ഒന്നല്ലെങ്കിൽ മറ്റൊരു വാഴ എപ്പോഴും കഴിച്ചിട്ടുണ്ടാകും. പിന്നെ ഈ പപ്പായ കറി വെക്കാനും ഞങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഈ ബംബ്ലൂസ്. ആർക്കും തന്നെ വലിയ പ്രിയമില്ലാത്തതാണ് എൻ്റെ ഈ ബംബ്ലൂസ്. സീസണായാൽ പിന്നെ ചക്കയുടെ മേളമാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് ഈ മാവ്. പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മാങ്ങയുടെ മേളമാണ്. പിന്നെ എൻ്റെ തോട്ടത്തിലുള്ളതാണ് ഈ കശുമാവ്. ഇത് വലിയ വൃക്ഷമായി മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യെത്തി പറിക്കാവുന്ന ദൂരത്താണ് ഇതിൻ്റെ കായ്കൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറിച്ച് തിന്നാനും വളരെ എളുപ്പമാണ്. പിന്നെ എൻ്റെ തോട്ടത്തിലെ ഏറ്റവും ആകർഷണമാണ് ഈ ചാമ്പയ്ക്ക. വേനൽക്കാലത്ത് ഏറെ പ്രിയകരമായ ഒന്നാണ് എൻ്റെ ഈ ചാമ്പ. നന്നായി കായ്കൾ തരുന്ന ഒന്നാണ് ഇത്. പക്ഷെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നിറയെ പുഴുക്കളാകും എന്ന് മാത്രം. പിന്നെ എൻ്റെ തോട്ടത്തിലുള്ളതാണ് റംബൂട്ടാനും മാതള നാരങ്ങയും. റംബൂട്ടാൻ പക്ഷേ അധികം കായ്കൾ തരാറില്ല. ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡനിലെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിലേത് ഫ്രൂട്ട്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് എന്നോട് പറയണേ. ദിവസവും എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കാനും മറക്കരുത്.